കാര്യമായിട്ടുള്ള പണിയില്ല. പിന്നെ ഒരു സിമ്പിൾ കറിയാണ് കേട്ടോ, ഒരു മുളക് വിഷയം. സിമ്പിൾ മുളക് വിഷയം എങ്ങനെ വെക്കാൻ നോക്കാം. കുമ്പളങ്ങ കൊണ്ട് ഒരു കളിയാണെന്ന്. ഒരു കഷ്ണം കുമ്പളങ്ങ വേണം, ഒരു ഉരുളക്കിഴങ്ങ്, തക്കാളി എല്ലാം കൊണ്ട് ഒരു മുളക് വിഷയം വെക്കാം കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതാണ്, എളുപ്പത്തിൽ, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുക. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ എളുപ്പക്കൂട്ടം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. കുമ്പളങ്ങ വെച്ചിട്ട് പല പല വെറൈറ്റി കറികളാണ്, ആരും കിട്ടിയാൽ കളയണ്ട. കഴിയുന്ന വരെ കുമ്പളങ്ങ കൊണ്ടൊരു കളിയാണ്. ഇനിയുണ്ട്, ഒരെണ്ണം കൂടി ഉണ്ട്. ഇന്നലെ മുറിച്ചതിൻ്റെ ബാക്കിയുണ്ടോ മുറിക്കട്ടെ, അതിനുള്ള ആവതില്ല. കുമ്പളങ്ങ മുറിക്കാനും കൂടി ആവതില്ല. മൂത്ത് നല്ല മൂത്താണ്. ഇത് കുരുവിട്ട് മുളയ്ക്കും. അവിടെ എവിടെയെങ്കിലും ഇട്ടാൽ മതി. അല്ലെ അത്യാവശ്യം എടുത്ത് വയ്ക്കാം. ചാറാക്കിയിട്ട് ഇങ്ങനെ ഉണങ്ങി ഉണങ്ങിയിട്ട് ആ സമയം കൊണ്ട് എറിഞ്ഞാൽ മതി. കുമ്പളങ്ങ കയ്യിൽ കിട്ടിയ പല വെറൈറ്റി ഉണ്ടാക്കാം കേട്ടോ, ഒരു കറി മാത്രമല്ല. കുറച്ച് പരിപ്പ് വേവിക്കാൻ പറ്റുക, ഒരു പിടി ഇട്ടിട്ടാ പോകാൻ നോക്കി. ഒരു പിടി പരിപ്പ് കഴുകിയതാണ്, തവരപ്പരിപ്പ്. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇത് വേകട്ടെ, എന്നിട്ട് കഷ്ണം ഇട്ട് കൊടുക്കാം. പരിപ്പ് വെന്താ നോക്കാം കേട്ടോ. പരിപ്പ് വെന്തു, പരിപ്പ് നന്നായി വെന്തു. ഇനി കഷ്ണം ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഒരു കഷ്ണം കുമ്പളങ്ങ, ഒരു ഉരുളക്കിഴങ്ങ്, 2 തക്കാളി, 4 പച്ചമുളക്, മുളക് വിഷയാണ് കേട്ടോ അത്. അതുകൊണ്ട് മുളക് വേണം, മുളക് ഇഷ്ടത്തിന് മുളക് വേണം. ഒരു വഴുതിരിങ്ങ, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, സിമ്പിൾ കറിയാണ്. ഇതൊന്ന് വേകട്ടെ. വേകുമ്പോഴേക്ക് കുറച്ച് ഒന്ന് അരച്ചെടുക്കാണ്ട് ഒരു 10 ചെറിയുള്ളി, ഒരു ടീസ്പൂൺ എരിവില്ലാത്ത മുളക് പൊടി, പച്ചമുളക് ഇട്ടിട്ടുണ്ടല്ലോ എരിവിന്. നന്നായി അരച്ചിട്ട് വരെ 2 കൂടി ഇട്ടിട്ട്. എന്താ കഷ്ണങ്ങളൊക്കെ വെന്തു കണ്ടോ, നന്നായി വെന്തു ഉടഞ്ഞു കണ്ടോ. ഇനി നമ്മുടെ ഉള്ളി മുളകും കൂടി അരച്ചത്, ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് കേട്ടോ. കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്താൽ നല്ലൊരു മുളക് വിഷയായി. ഒന്ന് തിളയ്ക്കണം. നമ്മുടെ കറി തിളച്ചു. ഇനി ഇതിലേക്ക് താളിപ്പില്ല, കുറച്ച് കറിവേപ്പില, 2 തണ്ട് കറിവേപ്പില, കുറച്ച് വെളിച്ചെണ്ണ കേട്ടോ. ഇത്രയും വെളിച്ചെണ്ണ, ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ പിശുക്കിട്ടാണ്ട്. നല്ല ടേസ്റ്റുള്ള കറി ഉണ്ടാവും. മണം 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 വെളിച്ചെണ്ണ വെച്ചപ്പോൾ ഇറക്കട്ടെ. പുതിയ കറി കണ്ടോ,
നീരാവി പോണം, നീരാവി. നല്ല ടേസ്റ്റുള്ള കറിയാണ് അത്. കുറച്ച് കേബേജ് ഉണ്ട് കേട്ടോ, ഏട്ടാ നോക്കുകയാണ്. ആ ക്യാമറ ക്ലിയർ കുറവാണ്. വിളിച്ചു ഒന്ന് പതുക്കെ പണി ചെയ്യണം. ലീവാ. നമ്മുടെ ഗ്യാസ് കഴിഞ്ഞിട്ടില്ല കേട്ടാ, നമ്മുടെ അടുപ്പ് കേടുവന്നതാണ് സത്യം പറഞ്ഞാൽ. ഞങ്ങൾ ക്ലീൻ ചെയ്തു, അപ്പം അതിൽ വെള്ളം കയറി തോന്നുന്നു. അതാണ് പണി കിട്ടി. പുതിയ ഗ്യാസ് നിറച്ച് വന്നിട്ട് അടുപ്പ് കത്തില്ല. അത് കാരണം വല്ലാത്തൊരു പ്രശ്നത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഇനി നേരാക്കാൻ പോകണം, അല്ലെങ്കിൽ നമ്മൾ റിപ്പയർ ചെയ്യണം. വെള്ളം കയറി കുറച്ച് നോക്കണം. അടുപ്പിൻ്റെ ഉള്ളിൽ വെള്ളം കയറിയിട്ടുണ്ടോ ഒരു സംശയമുണ്ട്. ഗ്യാസ് കഴിഞ്ഞു വന്ന് അടുപ്പിൽ തന്നെ വെച്ചു. കഴിഞ്ഞതല്ലാന്ന് തോന്നണല്ല. പുതിയ ഗ്യാസ് വന്നു എന്നിട്ടും അടുപ്പ് കത്തില്ല. അടുപ്പ് കത്തില്ല. കടുകിട്ട് പൊട്ടട്ടെ. നല്ല കാറ്റ്. ഒരു വറ്റല മുളക്, കുറച്ച് കറിവേപ്പില. ഇത് പച്ചമുളക്, സവാള, ഉപ്പ്, മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ട് തിരുമ്പില്ല, എല്ലാം കൂടി തിരുമ്പി. ക്യാബേജ് ഇട്ടുണ്ട്. ഫോണ് താഴെ വീട്ടുണ്ടേട്ടാ. ഇട്ട് പൊട്ടട്ടെ. പൊട്ടി കഴിഞ്ഞു, അതൊക്കെ കഴിഞ്ഞു. ഇതെന്താ പൊട്ടണ? കടുവ് പൊട്ടട്ടെ, നമുക്ക് അരമണിക്കൂർ കഴിഞ്ഞിട്ട് വരാം. തേങ്ങയില്ലാത്ത കറികളാണ്. ഒട്ടുമില്ല, ഒട്ടും തേങ്ങയില്ല. തേങ്ങ പൊട്ടിച്ചിട്ടില്ല. തേങ്ങയില്ലാണ്ട് കറികൾ ഉണ്ടാക്കാം. തേങ്ങ കഴിയാറായി അല്ലേ? ഉണ്ട്. രണ്ടെണ്ണം ഉള്ളൂ. അതെ, ഒരു തേങ്ങ ഒരാഴ്ചയാ. ഫ്രിഡ്ജില്ല. ഇത്രേ ഉള്ളൂ. അറിഞ്ഞിട്ട് കൂടിയില്ലേ? ഇപ്പൊ ഇത് വേവട്ടെ. ഒന്ന് വേഗട്ടെ. ഉപ്പേരി റെഡിയായി. കേബേജ് ഉപ്പേരി, തോരൻ. ഉപ്പേരി പറഞ്ഞാൽ എല്ലാത്തിനും ഉപ്പേരി പറയണത്. പാലക്കാട് എല്ലാത്തിനും ഉപ്പേരി എന്നാണ് കേട്ടോ പറയാ. എല്ലാത്തിനും ഉപ്പേരി എന്നാ പറയാ. അപ്പൊ ഇറക്കട്ടെ. എന്താ കാറ്റ്. ഞങ്ങൾ ചോറിന് കേട്ടാ നല്ല മട്ടാരി ചോറ്, അടിപൊളി മുളക് വിഷയം. എന്തോ സ്പെഷ്യൽ ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ. നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതാണ് ഇങ്ങനെ കഴിക്കണത്. നെയ്യ് കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ മുളക് വിഷയം. പിന്നെ നമ്മുടെ നെല്ലിക്കച്ചാറ് സ്വന്തം ടീച്ചർ പറഞ്ഞു. കറുപ്പിച്ചത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ കറി വെക്കാത്തവരൊന്ന് വെച്ച് നോക്കുക. സൂപ്പർ ടേസ്റ്റാണ്. ഒരു അച്ചാർ ഉണ്ടെങ്കിൽ സൂപ്പറാണ്. അല്ല നമ്മൾക്കല്ല, ഇത് കൂട്ടി ഉണ്ണുമ്പോഴേ പൊളി സാധനം. നെയ്യ് ഒഴിച്ചിട്ട് എങ്ങനെയുണ്ട്? സൂപ്പറായിട്ടുണ്ട്. അങ്ങനെ കറി വെക്കാത്തവരൊന്ന് വെച്ച് നോക്കുക. അത്രയല്ല. പുതിയൊരു വീഡിയോസ് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.